സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ നീ വരും നേരം. മഞ്ജരി, ശബ്ദം താഴ്ത്തി ജയമോഹൻ വിളിച്ചു. അറിയാതെ അടഞ്ഞുപോയ കണ്ണുകൾ തുറന്ന് അവൾ അയാളുടെ മുഖത്തേക്കൊന്ന് നോക്കി. ഉറക്കം വരുന്നുണ്ടോ? അവൾ അവ്യക്തമായി മൂളി. രാവിലെ 10 മണി കഴിഞ്ഞിരുന്നു. എന്നിട്ടും മൂന്നാറിലെ തണുപ്പിന് ഒരു കുറവും വന്നില്ല. സുഖകരമായൊരു കുളിർമ മനോഹരമായി ഫർണിഷ് ചെയ്ത ആ ഹോട്ടൽ മുറിയിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ബെഡിലിരിക്കുകയായിരുന്നു മഞ്ജരി. ബലം നഷ്ടപ്പെട്ടതുപോലെ അവളുടെ ശരീരം ചെറുതായി ആടുന്നുണ്ടായിരുന്നു. കിടക്കണോ? അയാൾ ചോദിച്ചു. മയക്കത്തിലേക്ക് വഴുതി വീഴുകയാണ് അവളെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ അവളെ തൂവെള്ള ബെഡ്ഷീറ്റ് വിരിച്ച കിടക്കയിലേക്ക് മെല്ലെ കിടത്തി. ഡബിൾ കോട്ടുള്ള മുറിയായിരുന്നു അത്. മൂന്നാമത്തെ ആളിന് എക്സ്ട്രാ ബെഡ് ഒരുക്കിയിരുന്നു. മഞ്ജരിയും ദീപ്തിയും ഇന്ദുബാലയുമാണ് ആ മുറി ഉപയോഗിച്ചത്. രാവിലെ പോകാൻ വേണ്ടി തിടുക്കത്തിൽ അവർ അഴിച്ചിട്ട ജീൻസും ടോപ്പും അടിയുടുപ്പുകളും അലക്ഷ്യമായി കസേരയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. മുറിയിൽ ചുറ്റിത്തിരിഞ്ഞ ജയമോഹന്റെ കണ്ണുകൾ അതെല്ലാം കണ്ടു. ചുരിദാറും ടോപ്പുമായിരുന്നു മഞ്ജരിയുടെ വേഷം. അവൾ മയക്കത്തിൽ മലർന്നു കിടക്കുകയായിരുന്നു. ശ്വാസഗതി അനുസരിച്ച് അവളുടെ മാറിടങ്ങൾ മെല്ലെ ഉയർന്നു താഴ്ന്നു. അയാൾ ചെന്ന് വാതിലിൻ്റെ ബോൾട്ടിട്ടു. പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന ക്രീമിൻ്റെയും പെർഫ്യൂമിൻ്റെയും ലഹരി പിടിപ്പിക്കുന്ന നേർത്ത സുഗന്ധം മുറിയിൽ തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അത് ഉള്ളിലേക്ക് ശ്വസിച്ച് ആസ്വദിച്ചുകൊണ്ട് ഒരു നിമിഷം നിന്നു. വെളുത്ത തൊടുത്ത വൃത്തിയുള്ള പാദങ്ങളായിരുന്നു മഞ്ജരിയുടേത്. സ്വർണ്ണ പാദസരങ്ങൾ അവളുടെ കാലുകളെ ആശ്ലേഷിച്ചു കിടക്കുന്നു. അയാൾ മെല്ലെ മഞ്ജരിയുടെ അടുത്ത് ബെഡിലിരുന്നു. അവളുടെ അടഞ്ഞ കണ്ണുകളും നനുത്ത കൺപീലുകളും ഭംഗിയുള്ള മൂക്കും ചുവപ്പ് രാശിയുള്ള അല്പം വിടർന്ന ചുണ്ടുകളും തുടുത്ത കവിളുകളും നഗ്നമായ കഴുത്തും അയാൾ കണ്ണുകൾ കൊണ്ടൊഴിഞ്ഞു. വെള്ള നിറത്തിലുള്ള ഒരു നേർത്ത ടോപ്പാണ് അവൾ ധരിച്ചിരുന്നത്. അതിൻ്റെ മുകളിലത്തെ ബട്ടൺ വിട്ടുകിടക്കുകയായിരുന്നു. ഹൃദയത്തിൻ്റെ ആകൃതിയിൽ ലോക്കറ്റുള്ള സ്വർണ്ണ ചെയിൻ മാറിൽ നിന്ന് കഴുത്തിലേക്ക് വീണ് കിടക്കുന്നു. ജയമോഹൻ കൈ നീട്ടി അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടന്നിരുന്ന മുടിയിഴകൾ മെല്ലെ ഒതുക്കി വെച്ചു. അല്പം കൂടി ധൈര്യത്തിന് മുറിയിലേക്ക് പോയി ഒരു ലാർജ് കഴിച്ചിട്ട് വന്നാലോ? അയാൾ ഒന്ന് ആലോചിച്ചു. അത് വേണ്ട. ഹോട്ടലിലെ ജോലിക്കാർ ആരെങ്കിലും കണ്ടാൽ സംശയിക്കും. അത് അപകടമാണ്. മഞ്ജരി, അവളുടെ മുഖത്തേക്ക് മുഖമടുപ്പിച്ച് അയാൾ മെല്ലെ വിളിച്ചു. ഇത്തവണ അവൾ മൂളിയില്ല, കണ്ണുകൾ തുറന്നില്ല. മന്ദഗതിയിലുള്ള ശ്വാസോച്ഛ്വാസം മാത്രം. അയാൾ അവളുടെ കവിളുകളിൽ ഒന്ന് തലോടി. അവൾ അനങ്ങിയില്ല. ജയമോഹൻ പിന്നെ അവളുടെ ഉടുപ്പുകൾ ഓരോന്നായി അഴിച്ചുമാറ്റി. വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ഒരു ശില്പം പോലെ അവൾ മെത്തയിൽ കിടന്നു. പെട്ടെന്ന് മുറിയിൽ എവിടെയോ ഒരു മൊബൈൽ ബെല്ലടിച്ചു. അയാൾ ഞെട്ടിപ്പോയി. മേശപ്പുറത്തിരുന്ന വെള്ള നിറത്തിലുള്ള മൊബൈലാണ് കോള് വന്നത്. അത് മഞ്ജരിയുടേതാണെന്ന് അയാൾക്ക് മനസ്സിലായി. അയാൾ എഴുന്നേറ്റ് ചെന്ന് മൊബൈൽ എടുത്തു നോക്കി. അമ്മ കോളിംഗ്. മഞ്ജരിയുടെ അമ്മ വിളിക്കുന്നു. അയാൾ സാവധാനം അത് മേശപ്പുറത്ത് തിരികെ വെച്ചു. കുളിർമയുള്ള കാലാവസ്ഥയിലും അയാളുടെ നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ഫോൺ ബെല്ലടിച്ചു നിന്നപ്പോൾ അയാൾ വീണ്ടും മഞ്ജരിയുടെ അടുത്തേക്ക് ചെന്നു. അസാധാരണ സൗന്ദര്യവും ആകൃതിയൊത്ത അംഗലാവണ്യവും ഉണ്ടായിരുന്നു അവൾക്ക്. പെട്ടെന്ന് വീണ്ടും മൊബൈൽ ബെല്ലടിച്ചു. അയാൾ വീണ്ടും ചെന്ന് നോക്കി. മഞ്ജരിയുടെ അമ്മ രണ്ടാമതും വിളിക്കുന്നു. അയാളുടെ കയ്യിൽ തന്നെ ഇരുന്ന് പിന്നെയും അത് നിശബ്ദമായി. മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചാലോ എന്നൊരു നിമിഷം അയാൾ ചിന്തിച്ചു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശല്യപ്പെടുത്തുകയില്ലല്ലോ. വേണ്ട, ഇനിയും വിളിച്ചാൽ. മൊബൈൽ വീണ്ടും അയാൾ മേശപ്പുറത്തേക്ക് വെച്ചു. എന്നിട്ട് മഞ്ജരിയുടെ അടുത്തേക്ക് ചെന്നു. കുട്ടികൾ തിരിച്ചു വരുമ്പോൾ 2 മണിയാകും. ഇഷ്ടം പോലെ സമയവുമുണ്ട്. ഒരു തിടുക്കവും വേണ്ട. അയാൾ വീണ്ടും ബെഡിലിരുന്നു. മഞ്ജരിയുടെ അല്പമൊന്ന് വിടർന്ന ചുണ്ടുകൾക്കിടയിലൂടെ നിരയൊത്ത വെണ്മയുള്ള പല്ലുകൾ അയാൾ കണ്ടു. മുഖം മെല്ലെ താഴ്ത്തി അയാൾ അവളുടെ ചുണ്ടുകളിൽ ചുംബിച്ചു. റോസാപ്പൂവിൻ്റെ മണമായിരുന്നു അവളുടെ ചുണ്ടുകൾക്ക്. പെട്ടെന്നാണ് വാതിലിൽ ആരോ മുട്ടിയത്. ജയമോഹൻ ഞെട്ടി. ആരോ വന്നിരിക്കുന്നു. കുട്ടികൾ ആരെങ്കിലും മടങ്ങി വന്നതായിരിക്കുമോ? അതോ ഹോട്ടലിലെ റൂം ബോയ്? അയാൾ പെട്ടെന്ന് ബ്ലാങ്കറ്റ് എടുത്ത് മഞ്ജരിയുടെ കഴുത്ത് വരെ പുതപ്പിച്ചു. അവളുടെ അഴിച്ചു മാറ്റിയ വസ്ത്രങ്ങൾ ബ്ലാങ്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു. വാതിലിൽ വീണ്ടും മുട്ടുകേട്ടു. മനസ്സംയമനത്തോടെ അയാൾ ചെന്ന് വാതിൽ തുറന്നു.
ടൈ ധരിച്ച ചെറുപ്പക്കാരൻ വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. റിസപ്ഷനിലുള്ള സ്റ്റാഫാണ് എന്ന് അയാൾക്ക് മനസ്സിലായി. എക്സ്ക്യൂസ് മീ സർ, മഞ്ജരി എന്ന കുട്ടിയുടെ അമ്മ ഇപ്പം റിസപ്ഷനിലേക്ക് വിളിച്ചിരുന്നു. കുട്ടിയെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെന്ന് പറഞ്ഞു. മെഡിസിൻ കഴിച്ചതിൻ്റെ മയക്കത്തിലാണ്, അതാണ് ഫോൺ എടുക്കാത്തത്. ശാന്തത നടിച്ച് ജയമോഹൻ പറഞ്ഞു. ജയമോഹൻ എന്നല്ലേ സാറിൻ്റെ പേര്? അതെ. ആ കുട്ടിയുടെ മദറിനെ ഒന്ന് വിളിക്കാൻ സാറിനോട് പറയാൻ പറഞ്ഞു. ആ കുട്ടിയുടെ മൊബൈലിൽ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിളിക്കാം. താങ്ക് യു സർ. അയാൾ പോയി. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനാവാതെ ജയമോഹൻ നിന്നു. ഛേ, സകല പ്ലാനും പൊളിഞ്ഞു. വാതിലടച്ചിട്ട് അയാൾ ചെന്നു. മഞ്ജരിയുടെ മൊബൈൽ എടുത്ത് അവരെ വിളിക്കണോ? അയാൾ ഒന്ന് സംശയിച്ചു. വിളിച്ചില്ലെങ്കിൽ അവർ വീണ്ടും റിസപ്ഷനിൽ വിളിക്കും. താൻ അവളുടെ റൂമിലുണ്ടെന്ന് അയാൾ പറയും. അത് വേണ്ട. മഞ്ജരിയുടെ മൊബൈലിലെ മിസ്ഡ് കോൾ നോക്കി നമ്പർ എടുത്ത് അയാൾ സ്വന്തം മൊബൈലിൽ നിന്ന് രാജലക്ഷ്മിയെ വിളിച്ചു. ഹലോ. രാജലക്ഷ്മി ഉടൻ കോൾ എടുത്തു. മഞ്ജരിയുടെ അമ്മയല്ലേ? അയാൾ ചോദിച്ചു. അതെ, ഞാൻ അവളുടെ സാറാണ്, ജയമോഹൻ. മഞ്ജരിക്ക് എന്തു പറ്റി സർ? രാവിലെ ഞാൻ പലവട്ടം വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തില്ല. പിന്നെ ദീപ്തിയെ വിളിച്ചപ്പോഴാ അവൾക്ക് സുഖമില്ലെന്നും വയ്യാതെ ഹോട്ടലിൽ കിടക്കുവാണെന്നും അറിഞ്ഞത്. ഉത്കണ്ഠയോടെ രാജലക്ഷ്മി പറഞ്ഞു. മഞ്ജരിയുടെ അമ്മ പേടിക്കണ്ട. ഇന്നലെ രാത്രിയിൽ കഴിച്ച ഭക്ഷണം അവളുടെ വയറ്റിൽ പിടിച്ചില്ലെന്ന് തോന്നുന്നു. രാവിലെ വയറുവേദനയും വൊമിറ്റിങ്ങും ഉണ്ടായി. അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ ടാബ്ലറ്റ് തന്നു. അത് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാനാ പറഞ്ഞത്. പക്ഷേ ഞാൻ 2-3 തവണ വിളിച്ചിട്ടും അവൾ ഫോൺ എടുത്തില്ല. മരുന്ന് കഴിച്ചതിൻ്റെ ആവാം. ഇപ്പോൾ മയക്കത്തിലാ മഞ്ജരി. ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഉണരുമ്പോഴേക്ക് അവൾക്ക് സുഖമാകും. വേറെ ആരുണ്ടിപ്പം അവളുടെ അടുത്ത്? തൊട്ടടുത്ത റൂമിൽ ഞാനുണ്ട്. കൂട്ടുകാരികൾ കൂട്ടിരിക്കാമെന്ന് പറഞ്ഞതാ. അത് വേണ്ടെന്ന് അവളാ പറഞ്ഞത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാറാകുമ്പോഴേക്ക് എല്ലാവരും എത്തും. മോളെ ഒന്ന് ശ്രദ്ധിച്ചോണേ സർ. റൂമിൽ അവൾ തനിച്ച്. ഒന്നാമത് വയ്യാണ്ടിരിക്കുവല്ലേ. വല്ലാത്ത കാലമല്ലേ ഇത്? രാജലക്ഷ്മി അഭ്യർത്ഥിച്ചു. ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ശരി സാറേ. അവൾ ഉണരുമ്പോൾ വീട്ടിലേക്കൊന്ന് വിളിക്കാൻ പറയണേ. പറയാം. അയാൾ ഫോൺ കട്ട് ചെയ്തു. ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് അയാൾക്ക് മനസ്സിലായി. ഹോട്ടലിൽ അവളോടൊപ്പം താനാണുള്ളതെന്ന് അവളുടെ അമ്മ അറിഞ്ഞു കഴിഞ്ഞു. മഞ്ജരിയുടെ മുഖത്തേക്ക് ജയമോഹനൊന്ന് നോക്കി. സംഭവിച്ചതൊന്നും അറിയാതെ അവൾ മയക്കത്തിലായിരുന്നു. പുറത്തിറങ്ങി വാതിലടച്ചിട്ട് അയാൾ സ്വന്തം മുറിയിലേക്ക് ചെന്നു. അപ്പോഴാണ് അയാൾക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത്. അവളുടെ അമ്മയുടെ വിളി വന്നില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അയാൾ വീണ്ടും വിസ്കി കുപ്പി പുറത്തെടുത്തു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ അതെല്ലാവരും മനസ്സിലാക്കിയേനെ. കോളേജിൽ അത് പാട്ടായേനെ. അവൾ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്താൽ പോലീസ് വന്ന് കയ്യാമം വെച്ച്. ഗ്ലാസ്സിലേക്ക് വിസ്കി പകർന്ന് അയാൾ വെള്ളം ചേർക്കാതെ വിഴുങ്ങി. ഉച്ചയാകാറായപ്പോഴാണ് മഞ്ജരി മയക്കത്തിൽ നിന്ന് ഉണർന്നത്. കിടക്കുന്നത് എവിടെയാണെന്ന് മനസ്സിലാവാതെ അവൾ കണ്ണുമിഴിച്ചു നോക്കി. സാവധാനം അവൾക്ക് ബോധം തിരിച്ചു കിട്ടി. സ്റ്റഡി ടൂറിന് വന്നതാണ്. താനിപ്പോൾ മൂന്നാറിലെ ഹോട്ടലിലാണ്. തനിക്ക് സുഖമില്ലാത്തത് കാരണം മറ്റുള്ളവർ പ്ലാന്റ് കളക്ഷന് പോയിരിക്കുകയാണ്. പെട്ടെന്ന് ശരീരമാസകലം ഒരു തണുപ്പ് അവൾക്ക് അനുഭവപ്പെട്ടു. അപ്പോഴാണ് തൻ്റെ ശരീരത്ത് വസ്ത്രമില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. ജയമോഹൻ സർ മുറിയിലേക്ക് കയറി വന്നതും ഒരു ടാബ്ലറ്റ് തന്നതും ടെമ്പറേച്ചർ നോക്കാൻ നെറ്റിയിലും പിന്നെ കഴുത്തിലും കൈവച്ചതും അവൾക്ക് ഓർമ്മ വന്നു. ജയമോഹൻ സർ. അമ്മേ. എല്ലാം മനസ്സിലായതുപോലെ മഞ്ജരി അലറി വിളിച്ചു. ഉച്ചയ്ക്ക് TV-യിലെ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ വിളിച്ചതുപോലെ രാജലക്ഷ്മിക്ക് തോന്നിയത്. അവർ പെട്ടെന്ന് TV-യുടെ ശബ്ദം കുറച്ചിട്ട് ഒന്ന് കാതോർത്തു. വിലാസിനി അവരുടെ മുറിയിലായിരുന്നു. ചന്ദ്രശേഖരൻ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയിട്ട് മടങ്ങിയെത്തിയിട്ടില്ല. രാജലക്ഷ്മി മെല്ലെ എഴുന്നേറ്റു. ചേച്ചി. അവർ വിലാസിനിയുടെ മുറിയിലേക്ക് ചെന്നു. കഴുകി ഉണക്കിയ വസ്ത്രങ്ങൾ ഭംഗിയായി മടക്കി വെക്കുകയായിരുന്നു വിലാസിനി. എന്താ ചേച്ചി? അവർ ചോദിച്ചു. ചേച്ചി എന്നെ ഇപ്പം വിളിച്ചായിരുന്നോ? ഇല്ല. എന്നെ ആരോ ഇപ്പം വിളിച്ച പോലെ തോന്നി. മോൾ വിളിച്ച പോലെ. വിലാസിനി അവരെ ഒന്ന് പകച്ചു നോക്കി. കുഞ്ഞിൻ്റെ കാര്യം ഞാനും ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നു. മയക്കത്തിലാണെന്നാണല്ലോ ആ സാർ പറഞ്ഞത്. ഒന്നുകൂടെ വിളിച്ചു നോക്ക് രാജി. ഉച്ചയായില്ലേ? വല്ലതും കഴിക്കാമോ ആവോ? ശരിയാ, മോൾ തന്നെയല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ തന്നെ ഭക്ഷണ കാര്യത്തിൽ അവൾ പിന്നോട്ടല്ലയോ? രാജലക്ഷ്മി ചെന്ന് മൊബൈൽ എടുത്തു. വിലാസിനി പിന്നാലെ ചെന്നു.
രാജലക്ഷ്മി മഞ്ജരിയുടെ നമ്പർ എടുത്ത് വിളിച്ചു. സ്വിച്ച് ഓഫ് ആണ് എന്ന അറിയിപ്പാണ് അവൾക്ക് കിട്ടിയത്. എടുക്കുന്നില്ലേ? കാത്തുനിന്ന വിലാസിനി ചോദിച്ചു. സ്വിച്ച് ഓഫാ ചേച്ചി. അവളെന്തിനാ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചേക്കുന്നേ? അതും ഇതുപോലൊരു സമയത്ത്? രാജലക്ഷ്മിക്ക് ആദിയായി. ബാറ്ററി വീക്കായി അത് തനിയെ ഓഫായതായിരിക്കും. നീ എന്താ പേടിക്കണേ? അത്രയും കുട്ടികളില്ലേ? മൊബൈൽ ചാർജ് ചെയ്യാനുള്ള സാവകാശം കുഞ്ഞിന് കിട്ടിക്കാണത്തില്ല. എന്നാലും രാജലക്ഷ്മിയുടെ മനസ്സമാധാനം പോയി. ആ സാറിനെ ഒന്ന് വിളിച്ചു നോക്ക്. മോൾ ഉണർന്നോ? വല്ലതും കഴിച്ചോ എന്നറിയാമല്ലോ, വിലാസിനി പറഞ്ഞു. ജയമോഹന്റെ നമ്പർ എടുത്ത് രാജലക്ഷ്മി വിളിച്ചു. ബെല്ലടിക്കുന്നത് കേട്ട് അവർ നെഞ്ചിടിപ്പോടെ നിന്നു. ഹലോ, ഒടുവിൽ കിട്ടി. ജയമോഹൻ സാർ അല്ലേ? അതെ, ഞാൻ മഞ്ജരിയുടെ അമ്മയാ. മോളെ വിളിച്ചിട്ട് കിട്ടിയില്ല. അവളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. വിവരം അറിയാൻ വേണ്ടിയ സാറിനെ വിളിച്ചത്. ഞാൻ കുറച്ചു മുമ്പേ ചെന്ന് നോക്കിയിരുന്നു. അപ്പോൾ നല്ല ഉറക്കത്തിലാ, അതുകൊണ്ട് ഉണർത്തിയില്ല, അയാൾ പറഞ്ഞു. രാവിലെ ഒന്നും കഴിച്ചതല്ലല്ലോ, അതുകൊണ്ടാ. കുറച്ചു നേരം കൂടി നോക്കിയിട്ട് ഞാൻ വിളിക്കാം. ഹോട്ടലിൽ നല്ല റെസ്റ്റോറൻ്റ് ഉണ്ട്. ചൂടോടെ ആഹാരം കിട്ടും. ഞാൻ കൊണ്ടുപോയി മേടിച്ചു കൊടുക്കാം. ഉണരുമ്പോൾ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണേ. പറയാം. കുട്ടികളൊക്കെ എപ്പോൾ വരും? അവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുക. ഇവിടെ വന്നേ ലഞ്ച് കഴിക്കൂ. ശരി സാറേ. രാജലക്ഷ്മി കോൾ കട്ട് ചെയ്തു. ജയമോഹനിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങൾ അവർ വിലാസിനിയോട് പറഞ്ഞു. ആ സാർ നല്ല ഉറക്കത്തിലായിരുന്നെന്ന് തോന്നുന്നു. അതെന്താ നിനക്ക് അങ്ങനെ തോന്നിയേ? പറഞ്ഞതൊന്നും അത്ര ക്ലിയർ അല്ലായിരുന്നു. എന്നുവെച്ചാൽ സ്ഫുടതയില്ലാതെയാ സംസാരിച്ചേ. അപ്പോൾ രാധാകൃഷ്ണന്റെ കാർ ഗേറ്റ് കടന്ന് കയറി വന്നു. ഓഫീസിലെ ഒരു സഹപ്രവർത്തകന്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു അയാൾ. പോർച്ചിൽ കാറിട്ടിട്ട് അയാൾ ഇറങ്ങി വന്നു. മോളിന്ന് വിളിച്ചായിരുന്നോ? കയ്യിൽ മൊബൈലുമായി നിൽക്കുന്ന രാജലക്ഷ്മിയെ കണ്ട് അയാൾ ചോദിച്ചു. ഇല്ല. ഇല്ലേ? അതെന്താ? രാവിലെ 8 മണിയായപ്പോൾ വീട്ടിൽ നിന്ന് പോയതായിരുന്നു രാധാകൃഷ്ണൻ. മഞ്ജരിക്ക് സുഖമില്ലെന്നുള്ള കാര്യം അയാൾ അറിഞ്ഞിരുന്നില്ല. മോൾ ഇങ്ങോട്ട് വിളിക്കാഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിച്ചു. അവൾക്ക് വയറിന് നല്ല സുഖമില്ല. ഹോട്ടലിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിച്ചു. അവൾ ഹോട്ടലിൽ റെസ്റ്റ് എടുക്കുക, രാജലക്ഷ്മി പറഞ്ഞു. രാധാകൃഷ്ണൻ സിറ്റിയിലേക്കിരുന്നു. അവൾ അപ്പോൾ പ്ലാന്റ് കളക്ഷന് പോയില്ലേ? ഇല്ല. കൂട്ടുകാരികൾ അവൾക്ക് വേണ്ടി അതൊക്കെ ശേഖരിക്കുമെന്നാ ദീപ്തി പറഞ്ഞത്. ആരുണ്ട് അവളുടെ അടുത്ത്? ഒരു സാറുണ്ട്. ഏത് സാറ്? ജയമോഹൻ, അവരുടെ അസിസ്റ്റന്റ് പ്രൊഫസറാ. സുഖമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് കൂട്ടിരിക്കുന്നത് ഒരു പുരുഷനോ? അതും ഒറ്റയ്ക്കൊരു ഹോട്ടൽ മുറിയിൽ? രാജലക്ഷ്മിയും വിലാസിനിയും രാധാകൃഷ്ണന്റെ ചോദ്യം കേട്ട് ഞെട്ടി. ആ ഒരു കാഴ്ചപ്പാടിൽ രണ്ടുപേരും ചിന്തിച്ചതേയില്ല. അതൊട്ടും ശരിയായ കാര്യമല്ലല്ലോ. സുചിത്ര ബാലകൃഷ്ണനാണല്ലോ അവരുടെ പ്രൊഫസറും ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റും. അവരെ എനിക്ക് പരിചയമുണ്ട്. ഒന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. മര്യാദയാണോ അവർ ചെയ്തത്? രാധാകൃഷ്ണൻ മൊബൈൽ എടുത്ത് പ്രൊഫസർ സുചിത്ര ബാലകൃഷ്ണന്റെ നമ്പർ തിരഞ്ഞു. മുമ്പ് അവർ വിളിച്ചിട്ടുണ്ട്. വീട്ടിലെ ഒട്ടുമാവിൻ്റെ തളിരിലകൾ നശിപ്പിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഉപദേശം തേടാൻ. സുചിത്ര ബാലകൃഷ്ണന്റെ നമ്പർ ഉണ്ടായിരുന്നു. രാധാകൃഷ്ണൻ അപ്പോൾ തന്നെ അവരെ വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ കോൾ കിട്ടിയില്ല. രാധാകൃഷ്ണന് ദേഷ്യം വന്നു. ആർക്കും ഒരു ഉത്തരവാദിത്ത ബോധവുമില്ല. സംഭ്രമത്തോടെ വിലാസിനിയും രാജലക്ഷ്മിയും പരസ്പരം നോക്കി. സംഭവത്തിൻ്റെ ഗൗരവം അപ്പോഴാണ് രണ്ടുപേർക്കും മനസ്സിലായത്. കാലം വല്ലാത്തതാണ്. ആരെയും കണ്ണുമടച്ച് വിശ്വസിക്കാൻ പാടില്ല. സ്വന്തം അധ്യാപകനെ പോലും. പത്രത്തിലൊക്കെ എന്തെല്ലാം വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് രാധാകൃഷ്ണന്റെ മൊബൈലിൽ ഒരു കോൾ വന്നു. സുചിത്ര ബാലകൃഷ്ണൻ തിരിച്ചു വിളിച്ചതായിരുന്നു. നമസ്കാരം ടീച്ചറെ. ഉള്ളിലുള്ള ക്ഷോഭം പുറമേ പ്രകടിപ്പിക്കാതെ അയാൾ കോൾ എടുത്തു. നമസ്കാരം സാർ, ഞാൻ ഊണ് കഴിക്കുകയായിരുന്നു, അതാ ഫോൺ എടുക്കാഞ്ഞേ. എന്താ സാർ വിശേഷം? ഫൈനൽ MSCക്കാർ ഇന്നലെ സ്റ്റഡി ടൂറിന് പോയല്ലോ ടീച്ചർ. യെസ്, മഞ്ജരിയും ഉണ്ടല്ലോ. ഇന്ന് രാത്രിയിൽ അവർ തിരിച്ചു വരും. ടീച്ചേഴ്സ് എത്ര പേർ കൂടെ പോയിട്ടുണ്ട്? അസിസ്റ്റന്റ് പ്രൊഫസർ ജയമോഹനാണ് ടൂർ ലീഡർ. കൂടാതെ സുഭാഷും ദിവ്യയും അർച്ചനയുമുണ്ട്. എന്താ സാർ ചോദിച്ചത്? ഒരു ഗേൾ സ്റ്റുഡൻറ്റിന് സുഖമില്ലാതായാൽ അവളെ ഹോസ്പിറ്റലിലോ ഹോട്ടൽ മുറിയിലോ തള്ളിയിട്ട് ബാക്കിയുള്ളവർ അവരുടെ കാര്യം നോക്കി പോകുന്നതാണോ ടീച്ചർ മര്യാദ? രാധാകൃഷ്ണന്റെ ശബ്ദം ഉയർന്നു. സാർ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്ലീസ് സാർ, എന്താണ് സംഭവിച്ചത്? ആരും എന്നെ ഒന്നും അറിയിച്ചിട്ടില്ല.
പ്രൊഫസർ സുചിത്ര അമ്പരന്നു. എൻ്റെ മോൾ മഞ്ജരിക്ക് സുഖമില്ലാതായി. ഇന്ന് രാവിലെ അവളെ ഒറ്റയ്ക്ക് ഹോട്ടൽ മുറിയിലാക്കിയിട്ട് ബാക്കിയുള്ളവർ ടൂറിന് പോയിരിക്കുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ ജയമോഹനെ ഒരു പെൺകുട്ടിക്ക് ഹോട്ടലിൽ കൂട്ടിയിരുത്തേണ്ടത് ഒരു പുരുഷനെയാണോ ടീച്ചർ? മൂർച്ചയുള്ള സ്വരത്തിൽ രാധാകൃഷ്ണൻ ചോദിച്ചു. അയ്യോ സർ, ഇതേക്കുറിച്ച് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തെറ്റ് തന്നെയാണ്. ദിവ്യ ടീച്ചറും അർച്ചന ടീച്ചറും ഒപ്പം പോയിട്ടുണ്ട്. അവരിൽ ഒരാൾ മഞ്ജരിയോടൊപ്പം ഇരിക്കേണ്ടതായിരുന്നു, അല്ലെങ്കിൽ കൂട്ടുകാരികളായ ഏതെങ്കിലും പെൺകുട്ടി. പ്രൊഫസർ സുചിത്ര പറഞ്ഞു. അങ്ങനെയല്ല അവർ ചെയ്തത്. ആരാണ് ഈ തീരുമാനമെടുത്തതെന്ന് എനിക്കറിയണം. ടീച്ചറിന്റെ മകൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലേ അച്ഛൻ എന്ന നിലയിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഭയവും ഉത്കണ്ഠയും ടീച്ചർക്ക് മനസ്സിലാകൂ. സാർ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. അഹിതമായി ഒന്നും സംഭവിക്കുകയില്ല. ഉത്തരവാദിത്തമുള്ള അധ്യാപകൻ തന്നെയാണ് ജയമോഹൻ സാർ. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചിട്ട് വിവരം അറിയിക്കാം സാർ. എൻ്റെ മോൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ വിടില്ല ഒരാളെയും. കോപത്തോടെ അയാൾ കോൾ കട്ട് ചെയ്തു. എന്തിനാ രാധാകൃഷ്ണ അവരോട് അങ്ങനെയൊക്കെ സംസാരിച്ചേ? അവർ ഇതൊന്നും അറിഞ്ഞ കാര്യമല്ലല്ലോ, വിലാസിനി പറഞ്ഞു. അവർ ഇതൊക്കെ അറിയണം ചേച്ചി. അവർ ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ മേധാവിയാ. അവരുടെ കുട്ടികൾ ഒരു പഠനയാത്രയ്ക്ക് പോയാൽ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ചുമതല അവർക്കുണ്ട്. മേലിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാനും പാടില്ല. അതവർ മനസ്സിലാക്കണം. വലിയ പ്രൊഫസറാണെന്നും പറഞ്ഞ് ചുമ്മാ വീട്ടിലിരുന്നാൽ പോരാ. രാധാകൃഷ്ണൻ രോഷത്തോടെ അയാളുടെ മുറിയിലേക്ക് പോയി. വിലാസിനിയും രാജലക്ഷ്മിയും വിഷണ്ണരായി നിന്നു. ബസ്സിന്റെ സൈഡ് സീറ്റിലാണ് ദീപ്തി ഇരുന്നത്. യാത്ര ചെയ്യുമ്പോൾ പുറത്തേക്ക് നോക്കി കാഴ്ച കാണാൻ അവൾക്കിഷ്ടമായിരുന്നു. മലമടക്കുകളും തേയിലത്തോട്ടങ്ങളും ഹെയർ പിൻ വളവുകളും അവൾക്ക് ഹരം നൽകി. കാടും മേടും കയറിയിറങ്ങി പലതരം സസ്യങ്ങൾ ശേഖരിച്ച ശേഷമുള്ള മടക്കയാത്രയായിരുന്നു അത്. എല്ലാവരും ക്ഷീണിതരായിരുന്നു. രാവിലെ പുറപ്പെടുമ്പോഴുണ്ടായിരുന്ന ഉത്സാഹവും ഉന്മേഷവും എല്ലാവർക്കും നഷ്ടപ്പെട്ടിരുന്നു. നല്ല വിശപ്പ്. ഹോട്ടലിലെത്തി ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചായിരുന്നു എല്ലാവർക്കും ചിന്ത. മണി 2 കഴിഞ്ഞിരുന്നു. പെട്ടെന്നാണ് ദീപ്തിയുടെ മൊബൈൽ ബെല്ലടിച്ചത്. അവൾ ഹാൻഡ് ബാഗിൽ നിന്ന് അതെടുത്തു നോക്കി. മഞ്ജരിയുടെ അമ്മയാണ് വിളിച്ചത്. ഹലോ ആൻറ്റി. അവൾ കോൾ എടുത്തു. മോളെ, നിങ്ങളിപ്പോൾ എവിടെയാണ്? രാജലക്ഷ്മി ചോദിച്ചു. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക ആൻറ്റി. 10 മിനിറ്റിനകം ഹോട്ടലിലെത്തും. മഞ്ജരിയെ വിളിച്ചിട്ട് കിട്ടുന്നില്ല മോളെ. അവൾ ഉണർന്ന ലക്ഷണമില്ല. ഞങ്ങൾക്ക് പേടിയാവുക, പരിഭ്രമത്തോടെ രാജലക്ഷ്മി പറഞ്ഞു. എന്തിനാ പേടിക്കുന്നേ? ഞാൻ ചെന്നാലുടൻ അവളെ കൊണ്ട് വിളിപ്പിക്കാം. മഞ്ജരി ഒറ്റയ്ക്ക് ആ ഹോട്ടലിൽ നിന്നറിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ ഒരുപാട് ദേഷ്യപ്പെട്ടു. ഏതെങ്കിലും ലേഡി ടീച്ചേഴ്സോ കൂട്ടുകാരികളോ അവളുടെ കൂടെ ഇരിക്കാൻ പറയാഞ്ഞതിന്. ജയമോഹൻ സാർ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച ആൻറ്റി. സാറും പറഞ്ഞു വേറെ ആരും വേണ്ട, സാർ അവളെ നോക്കിക്കൊള്ളാമെന്ന്. രാജലക്ഷ്മിയുടെ വേവലാതി കൂട്ടാൻ വേണ്ടിയാണ് അവൾ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഹോട്ടലിൽ ചെന്നാൽ ഉടനെ വിളിക്കണേ. വിളിക്കാം. ദീപ്തി കോൾ കട്ട് ചെയ്തു. മുന്നിലെ സീറ്റിലായിരുന്നു അവൾ. വെറുതെ ഒന്ന് തലതിരിച്ചു നോക്കിയപ്പോൾ പിന്നിലേക്ക് ചാരി തളർന്നിരിക്കുന്ന കൂട്ടുകാരിയാണ് അവൾ കണ്ടത്. ഏറ്റവും പിന്നിലെ സീറ്റിൽ സുഭാഷ് സാറും ദിവ്യ ടീച്ചറും ഇണക്കുരുവികളെ പോലെ. ഒടുവിൽ ഹോട്ടലിന്റെ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് ബസ് നിന്നു. സ്പെസിമെൻ കളക്ഷൻ അവരവരുടെ സീറ്റിൽ തന്നെ വെച്ചിരുന്നാലും മതി. റൂമിലേക്ക് കൊണ്ടുപോകണമെന്നില്ല. ഊണ് കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നു. ബാഗ് എടുക്കുന്നു. അപ്പോൾ തന്നെ സ്ഥലം വിടുന്നു. എഴുന്നേറ്റ് നിന്ന് എല്ലാവരോടുമായി സുഭാഷ് ഉച്ചത്തിൽ പറഞ്ഞു. വിശപ്പ് സഹിക്കാനാവാതെ കുട്ടികൾ കലപില സംസാരിച്ചുകൊണ്ട് ഗ്രൗണ്ട് ഫ്ലോറിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ധൃതിയിൽ നടന്നു. മഞ്ജരിയെ ചെന്ന് കണ്ട് അവളെയും കൂട്ടി ഊണ് കഴിക്കാൻ വരാമെന്ന് ദീപ്തി തീരുമാനിച്ചു. അവൾ നേരെ ലിഫ്റ്റിനടുത്തേക്ക് ചെന്നു. മുകളിലായിരുന്നു ലിഫ്റ്റ്. അത് താഴെ വന്നപ്പോൾ അവൾ 3ാമത്തെ നിലയിലേക്ക് പോയി. 312 നമ്പർ മുറിയായിരുന്നു അവരുടേത്. ജയമോഹൻ സാറിൻ്റേത് 315. ഇടനാഴിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അവൾ ചെന്ന് 312 നമ്പർ മുറിയുടെ വാതിലിൽ മെല്ലെ മുട്ടി. മഞ്ജരി. മഞ്ജരി വിളി കേട്ടില്ല. വാതിൽ തുറക്കപ്പെട്ടുമില്ല. അവൾ ഡോർ ഹാൻഡിൽ പിടിച്ച് മെല്ലെ തിരിച്ചു. അപ്പോഴാണ് വാതിൽ ഉള്ളിൽ നിന്ന് പൂട്ടിയിട്ടില്ലെന്ന് മനസ്സിലായത്. അവൾ കതക് തുറന്ന് റൂമിലേക്ക് കയറി. ബ്ലാങ്കറ്റ് കൊണ്ട് കഴുത്തുവരെ പുതച്ച് മഞ്ജരി കിടക്കുന്നുണ്ടായിരുന്നു. ദീപ്തി അവളുടെ അടുത്തേക്ക് ചെന്നു. മഞ്ജരി. പെട്ടെന്ന് ഞെട്ടലോടെ അവൾ ദീപ്തിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീരൊഴുകി വീഴുന്നുണ്ടായിരുന്നു. എന്തു പറ്റി?
നിന്റെ വയറുവേദന മാറിയില്ലേ? ദീപ്തി അവളുടെ അടുത്ത് കിടക്കയിലിരുന്നു. മഞ്ജരി ഒന്നും മിണ്ടാതെ കണ്ണുകൾ അടച്ചു. നീ വിഷമിക്കേണ്ട. നിനക്ക് വേണ്ടി ഞങ്ങൾ പ്ലാൻസ് കളക്ട് ചെയ്തിട്ടുണ്ട്. ഒരു കണക്കിന് നീ വരാഞ്ഞതും നന്നായി. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. മല കയറി ജിബു മറിഞ്ഞു വീണ് കാലുളുക്കി. ഷിജിത്തിനെ കുളയട്ട കടിച്ചു. ഇന്ദു ബസ്സിലിരുന്ന് ഛർദിയോട് ഛർദിൽ. ഷെറിൻ്റെ കാല് തിന്നു വീണ് മുട്ടി രണ്ടും പൊട്ടി. മഞ്ജരി മിണ്ടിയില്ല. നീ എന്തിനാ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചേ? നിന്നെ ട്രൈ ചെയ്ത് കിട്ടാഞ്ഞിട്ട് നിന്റെ അമ്മ എന്നെ പലവട്ടം വിളിച്ചു. നീ വീട്ടിലേക്കൊന്ന് വിളിക്ക്. നിനക്ക് സുഖമില്ലെന്നറിഞ്ഞ് അവർ പേടിച്ചിരിക്കുക. ദീപ്തി ചെന്ന് മേശപ്പുറത്ത് നിന്ന് മഞ്ജരിയുടെ മൊബൈൽ എടുത്ത് നോക്കി. അത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അവൾ അത് സ്വിച്ച് ഓൺ ചെയ്തു. ഇന്നാ അമ്മയെ വിളിക്ക്. അവൾ അത് മഞ്ജരിയുടെ നേർക്ക് നീട്ടി. എനിക്ക് അമ്മയോട് സംസാരിക്കണ്ട. മഞ്ജരി തേങ്ങി. അതെന്താ? ദീപ്തി വന്ന് വീണ്ടും അവളുടെ അടുത്തിരുന്നു. അപ്പോഴാണ് മഞ്ജരിയുടെ കീഴ്ചുണ്ടിൻ്റെ നടുവിൽ തൊലി പൊട്ടിയതുപോലെ ചോരപ്പാട് അവൾ കണ്ടത്. ആരാ നിന്റെ ചുണ്ടിൽ കടിച്ചത്? മഞ്ജരി കരച്ചിലടക്കാൻ പാടുപെട്ടു. ജയമോഹൻ സാർ വന്നോ നിന്റെ അടുത്ത്? സംശയത്തോടെ ദീപ്തി ചോദിച്ചു. മഞ്ജരി പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു. ദീപ്തി ഒരു നിമിഷം സ്തബ്ധയായിരുന്നു. പിന്നെ അവളുടെ കണ്ണുകൾ വന്യമായ ഒരു ആഹ്ലാദത്താൽ തിളങ്ങി. മഞ്ജരി, ശബ്ദം താഴ്ത്തി ദീപ്തി വിളിച്ചു. കരച്ചിലെടുക്കാൻ പാടുപെട്ട് അവൾ കിടന്നു. സത്യം പറ മോളെ, എന്താണ് സംഭവിച്ചത്? ജയമോഹൻ സാറ് വന്ന് നിന്നെ ഉപദ്രവിച്ചോ? എനിക്കറിയില്ല ദീപ്തി, എനിക്കൊന്നും അറിയില്ല. കരച്ചിലിനിടയിൽ മഞ്ജരി പറഞ്ഞു. ജയമോഹൻ സാറ് ഇവിടെ വന്നായിരുന്നോ? നിന്നെ അയാൾ എന്തു ചെയ്തു? മഞ്ജരി മറുപടി പറഞ്ഞില്ല. നിന്നെ അയാൾ കിസ് ചെയ്തോ? നീ എന്തിനാ അത് സമ്മതിച്ചത്? ഞാൻ സമ്മതിച്ചില്ല. പിന്നെങ്ങനെയാ നിന്റെ ചുണ്ട് പൊട്ടിയേ? എനിക്കറിയില്ല. ദീപ്തി അവളുടെ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. അരുതാത്തതെന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവളിങ്ങനെ കരയുകയില്ല. എന്താണ് സംഭവിച്ചതെന്ന് പറ മോളെ. ഞാനതൊന്നും ആരോടും പറയത്തില്ല. ഗോഡ് പ്രോമിസ്. അവൾ മഞ്ജരിയുടെ കൈയെടുത്ത് പിടിച്ചു. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ദീപ്തി. അത്ഭുതഭാവത്തിൽ ദീപ്തി അവളെ നോക്കി. അതെന്താ ഓർമ്മ വരാത്തെ? ജയമോഹൻ സാർ വന്നിട്ട് എന്താണ് നിന്നോട് പറഞ്ഞത്? എനിക്കൊരു ടാബ്ലറ്റ് തന്നു. ഞാനത് കഴിച്ചു. എനിക്കപ്പോൾ വല്ലാണ്ട് ഉറക്കം വന്നു. എന്ത് ടാബ്ലറ്റ്? വയറുവേദനയ്ക്കുള്ളതാണെന്നാ പറഞ്ഞത്. പക്ഷേ അത് കഴിച്ചപ്പോൾ ഉറക്കം വന്നു. എനിക്ക് മനസ്സിലായി. അത് നിന്റെ അസുഖത്തിനുള്ള മരുന്നായിരുന്നില്ല, സ്ലീപ്പിംഗ് പിൽസ് ആയിരുന്നു. തല കുലുക്കിക്കൊണ്ട് ദീപ്തി പറഞ്ഞു. മഞ്ജരി ഞെട്ടി. പിന്നെ അയാൾ എന്തു ചെയ്തു? ബെഡിൽ എൻ്റെ അടുത്തിരുന്നു. പേടിക്കണ്ടെന്ന് പറഞ്ഞു. ടെമ്പറേച്ചർ ഉണ്ടോയെന്നറിയാൻ തൊട്ടു നോക്കി. പിന്നെ എവിടെ? നെറ്റിയിലും. പിന്നെ അപ്പോഴേക്ക് നീ ഉറങ്ങിപ്പോയി അല്ലേ? ദീപ്തി എല്ലാം മനസ്സിലായതുപോലെ ചോദിച്ചു. നീ ഉണർന്നപ്പോൾ സാറുണ്ടായിരുന്നോ ഇവിടെ? ഇല്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് അയാൾ പോയി. വൃത്തികെട്ടവൻ. മഞ്ജരി കേൾക്കാനായി. അവൾ പല്ലുകൾ ഞെരിച്ചു. എന്താണ് സംഭവിച്ചതെന്ന് ഉണർന്നപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? ദീപ്തി ചോദിച്ചു. ഞാൻ ചെന്ന് അയാളോട് ചോദിക്കട്ടെ? അയ്യോ വേണ്ട ദീപ്തി, ആരും ഒന്നും അറിയരുത് പ്ലീസ്. മഞ്ജരി അവളുടെ കയ്യിൽ പിടിച്ച് തടഞ്ഞു. അല്ല മോളെ, അയാൾ നിന്നോട് ചെയ്ത ക്രൂരത എല്ലാവരും അറിയണം. അയാൾ നിന്നെ നശിപ്പിച്ചില്ലേ? നിന്റെ കന്യകാത്തം ഇല്ലാതാക്കിയില്ലേ? അയാളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. നീ പറയുന്ന പോലൊന്നും സംഭവിച്ചില്ല. എനിക്ക് അത്തരം കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല, മഞ്ജരി പറഞ്ഞു. ബോധമില്ലാതെ മയങ്ങിക്കിടന്ന നിനക്ക് എങ്ങനെ അറിയാം ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്? അയാൾ ഒരു മാനസിക രോഗിയാ. അല്ലെങ്കിൽ പിന്നെ സുഖമില്ലാതെ കിടന്ന നിന്നെ അയാൾ മാനഭംഗപ്പെടുത്തുമോ? ഇല്ല ദീപ്തി, നീ പറയുന്ന പോലൊന്നും. ആര് പറഞ്ഞു സംഭവിച്ചില്ലെന്ന്? നീ ഉണർന്നു നോക്കിയപ്പോൾ നിന്റെ ഡ്രസ്സ് യഥാസ്ഥാനത്തുണ്ടായിരുന്നോ? ദീപ്തിയുടെ ചോദ്യം കേട്ട് മഞ്ജരി ഒന്ന് പകച്ചു. അവളുടെ ഭാവം മാറ്റി ദീപ്തി ശ്രദ്ധിച്ചു. ഇല്ലായിരുന്നു അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? അയാൾ നിന്നെ റേപ്പ് ചെയ്തു, പക്ഷേ നീ അതറിഞ്ഞില്ല. നീ അബോധാവസ്ഥയിലായിരുന്നു. അയാളുടെ ക്രൂരത എല്ലാവരും അറിയണം മഞ്ജരി. ലോകം മുഴുവൻ അയാളെ വെറുക്കണം. അയാളെ കോളേജിൽ നിന്ന് പുറത്താക്കണം. ആളുകൾ അയാളെ കല്ലെറിഞ്ഞു കൊല്ലണം. ദീപ്തി ക്ഷോഭത്തോടെ പറഞ്ഞത് കേട്ട് മഞ്ജരി ഞെട്ടി. ലോകം മുഴുവൻ ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരിക്കുന്നത് എന്തിന്? വേണ്ട ദീപ്തി, ആരും ഇതറിയരുത്. ആരോടും നീ ഇക്കാര്യം പറയരുത്. അറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. അവൾ വീണ്ടും കരഞ്ഞു. ശരി, ഞാനായിട്ട് ഇക്കാര്യം ആരോടും പറയത്തില്ല. പക്ഷേ നമ്മുടെ ഫ്രണ്ട്സും ടീച്ചേഴ്സും അത്ര വിഡ്ഢികളൊന്നുമല്ല. നിന്റെ ഈ കണ്ടീഷൻ അവർ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കും.
എന്തോ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ നീ നോർമലായിട്ട് പെരുമാറണം, പഴയതുപോലെ കളിച്ചും ചിരിച്ചും. എന്താ പറ്റുമോ? മഞ്ജരിക്ക് മറുപടിയില്ലായിരുന്നു. അതെല്ലാം പോട്ടെ, നിനക്ക് വിശക്കുന്നുണ്ടോ? ദീപ്തി ചോദിച്ചു. ഇല്ല, അവരെല്ലാവരും വന്ന പാടെ കഴിക്കാൻ പോയി. എനിക്കും നല്ല വിശപ്പുണ്ട്. ഞാൻ കഴിച്ചിട്ട് വരാം. നിനക്ക് പാഴ്സൽ കൊണ്ടുവരട്ടെ? എനിക്കൊന്നും വേണ്ട. എത്രയും വേഗം വീട്ടിലെത്തിയാൽ മതി. വീട്ടിൽ ചെന്ന് അച്ഛനെയും അമ്മയെയും വലിയമ്മയെയും എങ്ങനെ അഭിമുഖീകരിക്കും? അതോർത്ത് അവൾ ഞെട്ടി. ശരി, ഞാൻ പോയിട്ട് വരാം. ദീപ്തി മുറിയിൽ നിന്നിറങ്ങിയിട്ട് വാതിലടച്ചു. അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയായിരുന്നു. മാനഭംഗത്തിന് വിധേയയായ ഒരു പെണ്ണിനെ ബാലുവേട്ടൻ കല്യാണം കഴിക്കുമോ? ഒരിക്കലുമില്ല. അവൾ റെസ്റ്റോറൻറ്റിൽ ചെന്നപ്പോൾ കുട്ടികൾ ഒച്ചവെച്ച് സംസാരിച്ചുകൊണ്ട് ഊണ് കഴിക്കുന്നു. ഒരു ടേബിളിൻ്റെ അടുത്ത് സുഭാഷ് സാറും ദിവ്യ ടീച്ചറും അർച്ചന ടീച്ചറും. ഒറ്റയ്ക്കൊരു ടേബിളിൻ്റെ അടുത്ത് ജയമോഹൻ സാർ ഒറ്റയ്ക്ക്. ദീപ്തി അയാളുടെ അടുത്തേക്ക് ചെന്ന് എതിർവശത്തുള്ള കസേരയിലിരുന്നു. ഊണ് കഴിക്കുന്നതിനിടയിൽ അയാൾ തലയുയർത്തി അവളെ ഒന്ന് നോക്കി. അവൾ ഗൗരവഭാവത്തിൽ ഇരുന്നതേയുള്ളൂ. മഞ്ജരി കരഞ്ഞു വിളിച്ചു കിടക്കുക. അവൾ പറഞ്ഞു. അയാൾ ഒന്ന് ഞെട്ടി. എന്തിന്? ഒന്നും അറിയാത്ത ഭാവത്തിൽ അയാൾ ചോദിച്ചു. എന്തിനാണെന്ന് സാറിന് നല്ലതുപോലെ അറിയാമല്ലോ. അപ്പോൾ ഒരു വെയിറ്റർ അവളുടെ അടുത്തേക്ക് ചെന്നു. മീൽസ് അല്ലേ? അതെ, അവൾ പറഞ്ഞു. അയാൾ പോയി. എന്നാലും സാർ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒന്നുമില്ലേലും അവൾ സാറിൻ്റെ സ്റ്റുഡൻ്റ് അല്ലേ? ദീപ്തി എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ജയമോഹൻ അജ്ഞത നടിച്ചു. അവളെല്ലാം എന്നോട് പറഞ്ഞു, എല്ലാം. അയാളുടെ മുഖം വിളറി. ഞാൻ വന്ന ശേഷം അവളെ ഡ്രസ് ചെയ്യിച്ചേ. എന്നാലും ഇത് വളരെ ക്രൂരമായി പോയി സാർ. സുഖമില്ലാതെ കിടക്കുന്ന ഒരു പെൺകുട്ടിയെ സാറിനെ വിശ്വസിച്ചാണ് ഞങ്ങളെല്ലാവരും പോയത്. കാവലിരുന്ന ആൾ തന്നെ. നീ പറയുന്ന പോലൊന്നും സംഭവിച്ചിട്ടില്ല. പനി കൂടിയത് കാരണം അവൾ എന്തോ പിച്ചും പേയും പറയുന്നതാ, അല്ലാതെ. അയാൾ നിരപരാധി ചമഞ്ഞു. ചുണ്ട് കടിച്ചു പൊട്ടിച്ചതും അവൾ തന്നെയായിരിക്കുമല്ലേ? അവളുടെ ബ്രസ്റ്റിൽ നഖം കൊണ്ട് മുറിഞ്ഞ പാടുണ്ട്. അതും തന്നെ ഉണ്ടായതായിരിക്കും. ജയമോഹൻ്റെ മുഖം വിളറി വെളുത്തു. ഞാനിപ്പോൾ ഇത് വല്ലതും ആരോടെങ്കിലും പറഞ്ഞാൽ കുട്ടികളെല്ലാവരും കൂടെ സാറിനെ ഇവിടെ വെച്ച് തന്നെ തല്ലിക്കൊല്ലും. കോളേജിന് തന്നെ അത് നാണക്കേടാ. അതുകൊണ്ട് തൽക്കാലം ഞാനിതൊന്നും ആരോടും പറയുന്നില്ല. ജയമോഹൻ്റെ വലിഞ്ഞു മുറുകിയ മുഖത്തിന് ഒരു അയവ് വരുന്നത് ദീപ്തി കണ്ടു. ഊണ് പൂർത്തിയാക്കാതെ അയാൾ മെല്ലെ എഴുന്നേറ്റ് പോയി. അത് കണ്ട് ദീപ്തി ഒന്ന് ഊറിച്ചിരിച്ചു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും അവരവരുടെ മുറിയിലേക്ക് പോയി. 1 മണിക്കൂറിനകം മടക്കയാത്ര ആരംഭിക്കുമെന്ന് സുഭാഷ് അറിയിച്ചിരുന്നു. എല്ലാവരും അപ്പോഴേക്ക് ബാഗുമായി ബസ്സിൽ കയറിയിരിക്കണം. ഇന്ദുബാല റൂമിൽ ചെന്നപ്പോഴും മഞ്ജരി മൂടിപ്പൊതിച്ച് കിടക്കുകയായിരുന്നു. മഞ്ജരി, അവൾ വിളിച്ചു. മഞ്ജരി കണ്ണു തുറന്ന് അവളെ നോക്കി. എന്താ, സുഖമായില്ലേ നിനക്ക്? ഇല്ലെന്ന് അവൾ തല ചലിപ്പിച്ച് കാട്ടി. ഉച്ചയ്ക്കുള്ള മരുന്ന് കഴിച്ചോ? ഇല്ല. എങ്കിൽ എഴുന്നേറ്റ് വാ. എന്തെങ്കിലും വയറ്റിലില്ലാതെ മരുന്ന് കഴിക്കരുത്, പ്രത്യേകിച്ചും ആൻറ്റിബയോട്ടിക്. എനിക്കൊട്ടും വിശപ്പില്ല ഇന്ദു. എൻ്റെ ബാഗിൽ ആപ്പിളുണ്ട്, തരട്ടെ? എനിക്കൊന്നും വേണ്ട. എങ്കിൽ നമുക്ക് പോകാൻ റെഡിയാകാം. 4 മണിക്ക് ബസ് പുറപ്പെടും. എഴുന്നേൽക്ക്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ഇന്ദുബാല പറഞ്ഞു. മഞ്ജരി മെല്ലെ എഴുന്നേറ്റിരുന്നു. അവളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഇന്ദുബാല മടക്കി ബാഗിൽ വെച്ചു കൊടുത്തു. മുഖം കഴുകി മുടിയൊക്കെ ചീകി ഡ്രസ് മാറിക്കഴിയുമ്പോൾ ഇയാളുടെ ക്ഷീണമൊക്കെ പോകും, ഇന്ദുബാല ഉപദേശിച്ചു. മഞ്ജരി സാവധാനം എഴുന്നേറ്റു. വീട്ടിലേക്ക് പോകാനല്ലേ? എത്ര തളർച്ചയാണെങ്കിലും സാരമില്ല. അവൾ ബാത്റൂമിലേക്ക് ചെന്ന് നിലക്കണ്ണാടിയിൽ മുഖം നോക്കി. കീഴ്ചുണ്ടിൻ്റെ മൂലയിൽ രക്തമുണങ്ങിയ പാടുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറയണം. അവൾ മുഖം കഴുകി തുടച്ച് മുടി ചീകി ബാഗിൽ നിന്ന് നല്ല ചുരിദാറും ടോപ്പും എടുത്ത് ധരിച്ചു. ഭക്ഷണം കഴിക്കാത്തത് കാരണം നല്ല ക്ഷീണമുണ്ടായിരുന്നു. ശരീരത്തിൽ തല ചുറ്റുന്നത് പോലെ. മനസ്സിനാണെങ്കിൽ ഒരു സമാധാനവുമില്ല. അപ്പോഴേക്ക് ദീപ്തി വന്നു. അല്ല, നീ എഴുന്നേറ്റോ? എന്തെങ്കിലും കുടിക്കാൻ വേണോ മഞ്ജരി? അവൾ ചോദിച്ചു. ഒന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നീ തളർന്നു വീഴും. അവർ റൂമിലെ ഫോണിൽ നിന്ന് റെസ്റ്റോറൻറ്റിലേക്ക് വിളിച്ച് മുന്തിരി ജ്യൂസിന് ഓർഡർ കൊടുത്തു. ഗ്രേപ്പ് ജ്യൂസ് നല്ലതാ, ക്ഷീണം മാറും. മഞ്ജരി ഒന്നും പറഞ്ഞില്ല. 3 പേരും ബാഗ് പാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ മഞ്ജരിക്ക് വീട്ടിൽ നിന്ന് വിളി വന്നു. രാജലക്ഷ്മിയായിരുന്നു ലൈനിൽ. ഇപ്പോൾ എങ്ങനെയിരിക്കുന്നു മോളെ? കുഴപ്പമൊന്നുമില്ലമ്മേ, അവൾ പറഞ്ഞു. പക്ഷേ സ്വരം കേട്ടിട്ട് നിനക്ക് ഒട്ടും സുഖമില്ലെന്ന് തോന്നുന്നല്ലോ മോളെ. വിശപ്പില്ലാത്തതുകൊണ്ട് ഒന്നും കഴിച്ചില്ല,
അതിൻ്റെയാ. ഫ്രൂട്ട്സ് എന്തെങ്കിലും മേടിച്ച് കഴിക്കണേ. ഉം. നിങ്ങൾ എപ്പോഴാ പുറപ്പെടുന്നേ? രാജലക്ഷ്മി ചോദിച്ചു. 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാ പറഞ്ഞത്. ഇവിടെ വരുമ്പം 9 മണി കഴിയുമല്ലേ? ശരി മോളെ, ഇടയ്ക്ക് വിളിക്കണേ. വിളിക്കാം അമ്മേ. ഇന്ദുബാല ബാത്റൂമിലേക്ക് പോയി. അമ്മയോട് ഇന്ന് ഒന്നും പറയണ്ട കേട്ടോ, ശബ്ദം താഴ്ത്തി ദീപ്തി പറഞ്ഞു. മഞ്ജരി അവളെ ഒന്ന് നോക്കി. സാവകാശം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വീട്ടിൽ വലിയ പൊട്ടിത്തെറിയുണ്ടാകും. പക്ഷേ പറയാതിരിക്കരുത്. കാരണം അമ്മമാരിൽ നിന്ന് നമ്മൾ ഒന്നും ഒളിച്ചു വെക്കാൻ പാടില്ല. ഇക്കാര്യം മഞ്ജരിയുടെ വീട്ടിൽ അറിയാതെ പോകരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അറിഞ്ഞില്ലെങ്കിൽ ആ ചുമതല തനിക്ക് ഏറ്റെടുക്കേണ്ടി വരും. 4 മണിയാകും മുമ്പ് എല്ലാവരും ബാഗുകളും മറ്റു ലഗേജുകളുമായി ഹോട്ടലിൽ നിന്നിറങ്ങി. വെളിയിൽ ബസ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ജരി, ഹൗ ആർ യു? അസുഖമൊക്കെ മാറിയോ? അവളെ കണ്ട് ദിവ്യ ടീച്ചർ ചോദിച്ചു. അവൾ തലകുലുക്കി. ബസ്സിൽ ഏറ്റവും മുന്നിലുള്ള സീറ്റിൽ ജയമോഹൻ ഒറ്റയ്ക്കിരിക്കുന്നുണ്ടായിരുന്നു. മറ്റധ്യാപകരും കുട്ടികളും ബസ്സിൽ കയറി. അതിനുശേഷം എല്ലാവരുടെയും എണ്ണമെടുത്തു. കൃത്യം 4 മണിക്ക് ബസ് പുറപ്പെട്ടു. മഞ്ജരിയും ദീപ്തിയും അടുത്തടുത്താണ് ഇരുന്നത്. ബസ് മുൻപോട്ട് പോകും തോറും മഞ്ജരിയുടെ പേടിയും ആശങ്കയും ഏറി വന്നു. മണി 9. പതിവ് പോലെ 8 മണിയായപ്പോൾ രാധാകൃഷ്ണൻ അത്താഴം കഴിച്ചു. കൃത്യമായി ചിട്ടകളും ശീലങ്ങളുമുള്ള ആളാണ് രാധാകൃഷ്ണൻ. രാത്രി 10 മണിയാകുമ്പോൾ ഉറങ്ങും. രാവിലെ 5-ന് എഴുന്നേൽക്കും. വേറെ ഒരു നിവൃത്തിയുമില്ലെങ്കിലേ ഈ പതിവുകൾ തെറ്റാറുള്ളൂ. രാജലക്ഷ്മി അടുക്കളയിലേക്ക് ചെന്നു. ഫ്രിഡ്ജിൽ നിന്ന് പാലെടുത്ത് തണുപ്പ് മാറാൻ വെക്കുകയായിരുന്നു. വിലാസിനി മഞ്ജരിമോൾ വന്ന് കുളി കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചൂടുപാൽ കൊടുക്കണം. അത് കുടിച്ചിട്ട് അവൾ സുഖമായി ഉറങ്ങും. ചേച്ചി, നമുക്ക് കഴിച്ചാലോ? രാജലക്ഷ്മി ചോദിച്ചു. അയ്യോ, മോൾ വരാറായില്ലേ? വന്നിട്ട് കഴിക്കാൻ രാജി. രാധേട്ടൻ കുറച്ചു മുമ്പേ വിളിച്ചു ചോദിച്ചായിരുന്നു. അവർ വരാൻ ഇനിയും 1 മണിക്കൂർ എടുക്കും, രാജലക്ഷ്മി പറഞ്ഞു. എന്നാൽ നമുക്ക് കഴിക്കാം. ഞാൻ വിചാരിച്ചോ മോൾ വന്നിട്ട്. കുട്ടികൾ ഇത്രയും നേരം വിശന്നിരിക്കുമോ? അവർ വരുന്ന വഴി ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കും. വിലാസിനിയും രാജലക്ഷ്മിയും ഭക്ഷണം കഴിച്ചു. അപ്പോഴും ടിവിയുടെ മുൻപിലായിരുന്നു രാധാകൃഷ്ണൻ. വിലാസിനി അയാളുടെ അടുത്തേക്ക് ചെന്നു. ഇതെന്തൊരു ഇരിപ്പാ രാധാകൃഷ്ണ? ഷർട്ട് എടുത്തിട്ട് വേഗം കോളേജിലേക്ക് ചെല്ല്. ബസ് വരുമ്പോൾ നിന്നെ കണ്ടില്ലെങ്കിൽ മോൾ വിഷമിക്കത്തില്ലേ? അവരെ അനുസരിക്കുന്നതാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി. അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും നിർബന്ധിക്കും. രാധാകൃഷ്ണൻ കിടപ്പുമുറിയിലേക്ക് ചെന്നു. പാൻസും ഷർട്ടും ധരിച്ചു. പേഴ്സും മൊബൈലും എടുത്ത് പോക്കറ്റിൽ വെച്ചു. ഞാനെന്നാൽ പോയിട്ട് വരാം. മോൾ വന്നു കഴിയുമ്പോൾ ഒന്ന് വിളിച്ച് പറയണേ, രാജലക്ഷ്മി ഓർമ്മിപ്പിച്ചു. വിളിക്കാം. രാധാകൃഷ്ണൻ കാറെടുത്ത് പുറത്തേക്ക് പോയി. രാജലക്ഷ്മി ചെന്ന് ഗേറ്റ് അടച്ച് കുറ്റിയിട്ടു. അയാൾ കോളേജിൽ ചെന്നപ്പോൾ പല കുട്ടികളുടെയും രക്ഷിതാക്കൾ കാറുകളിലും സ്കൂട്ടറുകളിലും വന്ന് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരത്തിനിടയിലേക്ക് കയറി ചെല്ലാൻ ആഗ്രഹമില്ലായിരുന്നതുകൊണ്ട് അയാൾ കാറിൽ തന്നെ ഇരുന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഇരുട്ടിലൂടെ ഒരു ബസ്സിൻ്റെ ഹെഡ്ലൈറ്റിൽ നിന്നുള്ള വെളിച്ചം ഗേറ്റ് കടന്ന് കയറി വരുന്നത് അയാൾ കണ്ടു. അപ്പോൾ സമയം 10 മണിയാകാൻ 10 മിനിറ്റ്. രാധാകൃഷ്ണൻ കാറിൻ്റെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. ബസ് വന്ന് കോളേജിൻ്റെ മുൻപിൽ നിന്നു. കുട്ടികൾ ബാഗുമായി ബസ്സിൽ നിന്ന് ഇറങ്ങി വന്നു. വീട്ടിൽ നിന്ന് വന്നവരുമായുണ്ടായ കൂടിക്കാഴ്ചയുടെ ആരവം പെട്ടെന്ന് അന്തരീക്ഷത്തിൽ മുഴുങ്ങി. ഏറ്റവും ഒടുവിലാണ് മഞ്ജരി ഇറങ്ങി വന്നത്. രാധാകൃഷ്ണൻ വേഗം അവളുടെ അടുത്തേക്ക് ചെന്ന് എയർ ബാഗ് വാങ്ങി. യാത്രയൊക്കെ സുഖമായിരുന്നു മോളെ? അയാൾ ചോദിച്ചു. അവൾ മൂളി. മറ്റു കുട്ടികൾ ആസ്വദിച്ച് തിമിർക്കുമ്പോൾ മഞ്ജരി മാത്രം ഊമയെ പോലെ നിൽക്കുന്നത് കണ്ട് രാധാകൃഷ്ണന് അത്ഭുതം തോന്നിയില്ല. വയ്യാത്ത കുട്ടി. സുഭാഷ് ചന്ദ്രൻ പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് വന്നു. മഞ്ജരിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടല്ലോ അച്ഛൻ, അവൾ പറഞ്ഞു. ശരി സർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കുട്ടികൾ ഓരോരുത്തരായി വീട്ടിൽ നിന്ന് വന്നവരോടൊപ്പം യാത്ര പറഞ്ഞു പോയി. അപ്പോഴാണ് ദീപ്തി വന്നത്. അങ്കിളെ, മഞ്ജരിക്ക് ഇന്ന് രാവിലെ സുഖമില്ലാതായി. പക്ഷേ പേടിക്കണ്ട, അവൾക്ക് വേണ്ടി ഞാൻ സ്പെസിമെൻ കളക്ട് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് മോളെ, പിന്നെ കാണാം. ശരി അങ്കിളെ. മഞ്ജരിയുടെ മുഖത്തേക്ക് ദീപ്തി ഒന്ന് നോക്കി. മഞ്ജരി മെല്ലെ തലകുനിച്ചു. അപ്പോഴാണ് രാധാകൃഷ്ണന് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ആരാ മോളെ നിങ്ങളുടെ ടൂർ ലീഡർ? ജയമോഹൻ സർ. എന്താ അങ്കിൾ? ആളെവിടെ? മഞ്ജരി ഞെട്ടലോടെ നിന്നു. ദീപ്തി ചുറ്റും ഒന്ന് നോക്കി. മിക്കവരും പോയി കഴിഞ്ഞിരുന്നു. ജയമോഹൻ സാറിനെ കാണാനില്ല. സാർ പോയെന്ന് തോന്നുന്നു. എന്തിനാ അങ്കിൾ? ഒന്നുമില്ല, വാ മോളെ.
മഞ്ജരിയെയും കൊണ്ട് അയാൾ കാറിനടുത്തേക്ക് നടന്നു. ഇപ്പോഴെങ്ങനെയുണ്ട് മോളെ? വൈകായിക മാറിയോ? അയാൾ ചോദിച്ചു. അവൾ മൂളി. അയാൾ കാർ തുറന്ന് ബാക്ക് സീറ്റിലേക്ക് ബാഗ് വെച്ചു. മഞ്ജരി കാറിൽ കയറി അച്ഛൻ്റെ അടുത്തിരുന്നു. പെട്ടെന്ന് ഓർമ്മ വന്നതുപോലെ അയാൾ മൊബൈൽ എടുത്ത് രാജലക്ഷ്മിയെ വിളിച്ചു. മോൾ വന്നു. കുഴപ്പമൊന്നുമില്ലേ അവൾക്ക്? വീട്ടിലേക്കല്ലേ വരുന്നത്? വീട്ടിൽ ചെല്ലുന്നതിനിടയിൽ രാധാകൃഷ്ണൻ ടൂറിനെക്കുറിച്ച് മഞ്ജരിയോട് പലതും ചോദിച്ചു. ഒറ്റ വാക്കിലുള്ള മറുപടിയോ വെറും മൂളലോ ആയിരുന്നു അവളുടെ മറുപടി. വീട്ടിൽ ചെന്നപ്പോൾ രാജലക്ഷ്മി വിലാസിനിയെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. മോളെ, വിലാസിനി വന്ന് അവളുടെ കൈ പിടിച്ചു. കുളിക്കണോ മോളെ? രാജലക്ഷ്മി ചോദിച്ചു. വേണ്ട അമ്മേ, അവൾ പറഞ്ഞു. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ, കുളിച്ചിട്ട് കിടന്നാൽ മതി. വലിയമ്മ വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. രണ്ടുപേരും നിർബന്ധിച്ചപ്പോൾ അവൾ കുളിച്ചു. വേഷം ധരിച്ചു വന്നപ്പോൾ വിലാസിനി അവൾക്ക് ഇളം ചൂടുള്ള ഒരു ഗ്ലാസ് പാൽ കൊടുത്തു. ഇത് കുടിച്ചിട്ട് കിടന്ന് സുഖമായി ഉറങ്ങിക്കോ. വിശേഷങ്ങളൊക്കെ നാളെ പറഞ്ഞാൽ മതി. എതിർപ്പ് പറയാതെ അവൾ പാല് വാങ്ങി കുടിച്ചു. വിലാസിനി അവളുടെ മുറിയിലെ മെത്ത വിരിച്ചിട്ടുണ്ടായിരുന്നു. വാതിലടച്ച് അവൾ ചെന്ന് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ പെട്ടെന്നൊന്നും ഉറക്കം വന്നില്ല. ഇരുട്ടിൽ കിടന്ന് മുറിയുടെ സുരക്ഷിതത്വത്തിൽ അവൾ മതിവരവോളം കരഞ്ഞു. പിറ്റേന്ന് രാവിലെ വിലാസിനി വന്ന് നോക്കിയപ്പോൾ മഞ്ജരി ഉണർന്നിരുന്നില്ല. അന്ന് ക്ലാസ് ഇല്ലാതിരുന്നതിനാൽ മതിവരുവോളം ഉറങ്ങിക്കോട്ടെ എന്നവർ വിചാരിച്ചു. അവർ തിരിച്ചുപോയി. 8:30 അവർ വീണ്ടും വന്നു. അപ്പോഴും അവൾ ഉണർന്നിരുന്നില്ല. മോളെ, വിലാസിനി അവളെ കുലുക്കി വിളിച്ചു. മഞ്ജരിയെ തൊട്ടപ്പോൾ അവർ ഞെട്ടിപ്പോയി. അവളുടെ ശരീരത്തിന് പൊള്ളുന്ന ചൂട്. മോളെ, അവർ വീണ്ടും വിളിച്ചു. അവൾ കണ്ണു തുറന്നു നോക്കി. പനിയാണോ മോളെ നിനക്ക്? അവൾ മിണ്ടിയില്ല. വിലാസിനി പെട്ടെന്ന് രാജലക്ഷ്മിയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോൾക്ക് നല്ല പനിയുണ്ട് രാജി, പൊള്ളുന്ന ചൂട്. എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അയ്യോ, പനിയോ? രാജലക്ഷ്മി വന്ന് നോക്കിയപ്പോൾ മഞ്ജരി പനിച്ചു കിടക്കുകയാണ്. എഴുന്നേൽക്കും മോളെ, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. വേണ്ട അമ്മേ, ഹോസ്പിറ്റലിലേക്ക് പോകണ്ട, അവൾ പേടിയോടെ പറഞ്ഞു. അതെന്താ? ഡോക്ടർ എന്നെ പരിശോധിക്കത്തില്ലേ? പിന്നില്ലേ. അയ്യോ വേണ്ട, എനിക്ക് പേടിയാ, വേണ്ടമ്മേ. രാജലക്ഷ്മിയും വിലാസിനിയും പരസ്പരം നോക്കി. മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ കണ്ട് പേടിച്ചിട്ടുണ്ട്. നീ ആ ദീപ്തിയെ ഒന്ന് വിളിച്ചു നോക്കിക്കേ, വിലാസിനി പറഞ്ഞു. രാജലക്ഷ്മി അവരുടെ മുറിയിൽ ചെന്ന് മൊബൈൽ എടുത്ത് ദീപ്തിയെ വിളിച്ചു. എന്താ ആൻറ്റി? അവൾ ഉടൻ കോൾ എടുത്തു. മോളെ, മഞ്ജരിക്ക് ചുട്ടുപൊള്ളുന്ന പനി. അവൾ എന്തോ പേടിച്ചതുപോലെ. ഒന്നും വിട്ടു പറയുന്നില്ല. മോൾക്ക് എന്തെങ്കിലും അറിയാമോ? ആൻറ്റി, ഞങ്ങൾ ഇന്നലെ ഉച്ചയ്ക്ക് ഹോട്ടലിൽ തിരിച്ചെത്തിയപ്പോൾ മഞ്ജരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ റൂമിൽ. അന്യോന്യം ബന്ധമില്ലാത്ത മട്ടിലായി എന്നോട് സംസാരിച്ചേ. ഞങ്ങളില്ലാതിരുന്ന നേരത്ത് അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. എന്ത് സംഭവിച്ചെന്നാ മോൾ പറയുന്നേ? അവളെ ആരോ ഉപദ്രവിച്ചിട്ടുണ്ട്. രാജലക്ഷ്മി ഞെട്ടി. ഉപദ്രവിച്ചെന്നോ? ജയമോഹൻ സാർ അവിടെ ഉണ്ടായിരുന്നെന്നല്ലേ പറഞ്ഞത്? പിന്നെ എങ്ങനെയാണ്? ഞാൻ എത്ര ചോദിച്ചിട്ടും അവളൊന്നും തുറന്നു പറഞ്ഞില്ല ആൻറ്റി. പക്ഷേ അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആൻറ്റി സൂത്രത്തിൽ ചോദിച്ചാൽ മതി, അവൾ പറയും. ശരി മോളെ. രാജലക്ഷ്മിക്ക് കേട്ടത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ദീപ്തി പറഞ്ഞത് സത്യമായിരിക്കല്ലേ എന്ന് അവർ പ്രാർത്ഥിച്ചു. മഞ്ജരിയുടെ മുറിയിലേക്ക് അവർ ചെന്നപ്പോൾ വിലാസിനി അവളുടെ അടുത്തുണ്ടായിരുന്നു. മോളെ, ഞാനിപ്പോൾ ദീപ്തിയോട് സംസാരിച്ചിട്ടാണ് വരുന്നത്. ആരാ നിന്നെ ഹോട്ടലിൽ വെച്ച് ഉപദ്രവിച്ചത്? എന്നെ ആരും. അവളത് നിഷേധിക്കാൻ ശ്രമിച്ചു. സത്യം പറ, അല്ലെങ്കിൽ ജയമോഹൻ സാറിനെ കണ്ട അച്ഛൻ ചോദിക്കും. അയ്യോ വേണ്ട, സാറിനെ കാണണ്ട, അവൾ പെട്ടെന്ന് പറഞ്ഞു. എങ്കിൽ പറ, ആരാ നിന്നെ? ഞാൻ പറയാം അമ്മേ. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ജയമോഹൻ സാർ എൻ്റെ റൂമിലേക്ക് വന്നു. ഡോക്ടർ തന്ന ടാബ്ലറ്റ് ആണെന്ന് പറഞ്ഞ് അതെന്നെ കഴിപ്പിച്ചു. പിന്നെ പിന്നെ കരച്ചിലിനിടയിൽ മഞ്ജരി അതെല്ലാം പറഞ്ഞു. രാജലക്ഷ്മിയും വിലാസിനിയും എല്ലാം കേട്ട് സ്തബ്ധരായി നിന്നു. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. രാജലക്ഷ്മി ഓടി രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ചെന്നു. ഓഫീസിലേക്ക് പോകാൻ ഒരുങ്ങിയായിരുന്നു അയാൾ. ഇന്ന് ഓഫീസിൽ പോകണ്ട, രാജലക്ഷ്മി പറഞ്ഞു. കോപവും സങ്കടവും മിന്നിമറിയുന്ന മുഖവുമായി വന്ന രാജലക്ഷ്മിയെ കണ്ട് രാധാകൃഷ്ണൻ പകച്ചുപോയി. എന്താ കാര്യം? മോൾക്ക് ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? എന്താണ്? അവൻ അവൻ ആ ജയമോഹൻ നമ്മുടെ മോളെ. മഞ്ജരിയിൽ നിന്നറിഞ്ഞതെല്ലാം കിതപ്പിനിടയിൽ രാജലക്ഷ്മി അയാളോട് പറഞ്ഞു. രാധാകൃഷ്ണൻ ഒരു നിമിഷം മരവിച്ചു നിന്നു. ആ പട്ടിയെ ഞാനിന്ന്. അലറിക്കൊണ്ട് അയാൾ പുറത്തേക്ക് കുതിച്ചു. വിലാസിനെ അയാളെ തടഞ്ഞു.
വാതിലിന് വെളിയിൽ കൈ വിടർത്തി നിന്നു. കാള പെട്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കണ്ട രാധാകൃഷ്ണ, നമുക്ക് മോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം, അത് കഴിഞ്ഞു മതി. അയാൾ ഒന്ന് അടങ്ങി. നമുക്ക് കൃഷ്ണയിൽ പോകാം, അവിടെ ജമുനയുണ്ടല്ലോ, അവൾ കുഞ്ഞിനെ ഒന്ന് പരിശോധിക്കട്ടെ, എന്താണ് സംഭവിച്ചതെന്നറിയാമല്ലോ. വിലാസിനി പറഞ്ഞ അഭിപ്രായത്തോട് രാജലക്ഷ്മിയും രാധാകൃഷ്ണനും യോജിച്ചു. അതെ, ആദ്യം ഡോക്ടർ എന്ത് പറയുന്നു എന്നറിയട്ടെ. കൃഷ്ണ നഴ്സിംഗ് ഹോമിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ജമുനയുടെ ബന്ധുവാണ് രാധാകൃഷ്ണൻ. ജമുനയെ കാണുന്നതിൽ ഒരു ഭയവും വേണ്ട, എല്ലാം സുരക്ഷിതമായിരിക്കും, രഹസ്യമായി വയ്ക്കുകയും ചെയ്യും. അപ്പോൾ തന്നെ മഞ്ജരിയെയും കൊണ്ട് 3 പേരും കൂടി കൃഷ്ണ നഴ്സിംഗ് ഹോമിലേക്ക് പോയി. ടൗണിലെ ഏറ്റവും വലിയ സ്വകാര്യ ഹോസ്പിറ്റലിൽ ഒന്നായിരുന്നു അത്. കൂറ്റൻ 4 നില കെട്ടിടം. ഡോക്ടർ ജമുന രാവിലത്തെ റൗണ്ട്സ് കഴിഞ്ഞു വരുന്നതുവരെ അവർക്ക് OPയിൽ കാത്തിരിക്കേണ്ടി വന്നു. എന്താ ചേട്ടാ? രാധാകൃഷ്ണനെ കണ്ട് അവർ അടുത്തേക്ക് വന്നു. ഒരു പ്രോബ്ലമുണ്ട് ജമുനെ, രാജലക്ഷ്മി പറയും. രാജലക്ഷ്മിയെയും കൊണ്ട് ഡോക്ടർ ജമുന കൺസൾട്ടിംഗ് റൂമിലേക്ക് പോയി. പറ ചേച്ചി, എന്താണ് പ്രശ്നം? അഭിമുഖമായി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ജമുന ചോദിച്ചു. മഞ്ജരി മോൾക്കാണ് ജമുനെ. നടന്ന സംഭവം മുഴുവൻ ജമുന രാജലക്ഷ്മിയോട് പറഞ്ഞു. റേപ്പ് നടന്നിട്ടുണ്ടോ എന്നറിയണം. അവൾക്ക് ആ സമയത്ത് ബോധമില്ലായിരുന്നു, അതുകൊണ്ടാണ്. രാജലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. ചേച്ചി സമാധാനപ്പെട്, മോളെ ഞാൻ വിശദമായി എക്സാമിൻ ചെയ്യാം. അവളെ അയാൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഞാൻ ഏറ്റു. പക്ഷേ ജമുന, ചേച്ചി ചെന്ന് മോളെ ഇങ്ങോട്ട് വിട്. രാജലക്ഷ്മി വെളിയിലേക്ക് ചെന്നു. മോള് ചെല്ല്, ജമുന ആൻറ്റിക്ക് മോളോട് എന്തോ സംസാരിക്കാനുണ്ട്. എല്ലാവരെയും ഭയത്തോടെ നോക്കിയിട്ട് മടിച്ച് ഡോക്ടർ ജമുനയുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് മഞ്ജരി കയറിപ്പോയി. അതോടെ വാതിലടഞ്ഞു. നിമിഷങ്ങൾ തള്ളി നീക്കി വെളിയിൽ രാധാകൃഷ്ണനും രാജലക്ഷ്മിയും വിലാസിനിയും കാത്തിരുന്നു. അടുത്ത ഭാഗം നാളെ.